നമസ്കാരം. ഞാൻ കൊച്ചിൻ മൻസൂർ. ഞാനിന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ചേലക്കുളം അബ്ദുറഹിമാൻ അവர்களுടെ മാമയെക്കുറിച്ചാണ്. അനുഗ്രഹീതനായ ഹാർമോണിസ്റ്റ്, ഒരുപക്ഷെ ബാബുരാജിനെ പോലെ അത്രയും വലിയ ഉന്നത സ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന ഇബ്രാഹിംക. ഒരുപാട് ഗാനമേളയിൽ ഞാൻ ആരാധനയോടെ നോക്കിയിരുന്നിട്ടുള്ള ആളാണ് ഇബ്രാഹിംക. അദ്ദേഹം ഹാർമോണിയം വായിക്കുന്നത് തന്നെ കണ്ട് നമ്മൾ ഇരുന്നു പോകും. അത്രയും ഫാസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഓടുന്നത്. ആ കാലത്തെല്ലാം കലാഭവൻ്റെയും ആദ്യകാലത്ത് കലാഭവനിലും പിന്നീട് CAC, കലാഭവന് ശേഷം CAC ഒരു 78, 79, 80 കാലഘട്ടത്തിൽ 81 കാലഘട്ടത്തിലൊക്കെ നിറഞ്ഞു നിന്നാടിയ ഗാനമേള ട്രൂപ്പായിരുന്നു CAC. ആ CACയുടെ ഹൈലൈറ്റായിരുന്നു പ്രിയപ്പെട്ട ഇബ്രാഹിംക. അദ്ദേഹം ഓരോ പാട്ടുകൾ വായിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അന്നത്തെ ആ കാലത്ത് ഓരോ പാട്ടുകൾ, പ്രത്യേകിച്ച് ഞാനിന്ന് ഓർക്കുന്ന ടോണി പള്ളൻ എന്ന ഒരു ഗായകൻ ആദ്യം പാടുമ്പോൾ ഞാനന്ന് ഇരുന്ന് കണ്ട ഒരു ഓർമ്മയെ നിൽക്കുകയാണ്. 1979 ഇക്ക ഹാർമോണിയം വായിക്കുന്നതാണ്. ഓർഗണൊക്കെ വന്ന ടൈമായിരുന്നെങ്കിൽ തന്നെ ഹാർമോണിയമാണ് എല്ലാം കവർ ചെയ്യണത്. ടോണി പള്ളം പാടുന്നൊരു പാട്ടുണ്ട്. സ്വർണ്ണമേഞ്ഞ കൊട്ടാരത്തിലെ പഞ്ചമി തിങ്കൾ, മേലെ മേലെ നീലവാനിൽ, ദൂരെ 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 മുന്നിൽ മറ്റൊരു പാലാഴി പളുങ്കായ് നീ. ഈ പാട്ട് കലിയങ്കട്ട് നീലി എന്ന ചിത്രത്തിലെ പാട്ട്, അത് ടോണി പള്ളൻ അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിംകയുടെ പെട്ടിവായന ഭയങ്കര രസമായിരുന്നു അന്ന്. ആ പാട്ടിന് മാത്രമല്ല, അന്ന് ഒരേ രാഗപല്ലവി നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുന്നു. ഇങ്ങനെ എത്രയെത്ര കാടാറ് മാസം നല്ലൊരു പാട്ടൊക്കെ അന്ന് പാടുന്ന സമയത്ത് ഇക്ക ഹാർമോണിയം വായിക്കുന്ന കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇരുന്നു പോകും. കാടാറുമാസം നാടാറുമാസം കണ്ണീർ കടൽ കരെ താമസം, ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഇബ്രാഹിംക പെട്ടു വായിക്കുന്നതാണ് രസവും. പക്ഷേ അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടാതെ പോയ ഒരു മഹാനായ കലാകാരനായിരുന്നു ഇബ്രാഹിംക. അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു MS ബാബുരാജായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേലക്കുളം അബ്ദുറഹിമാൻ്റെ അമ്മാവൻ കൂടിയാണ് അദ്ദേഹം. ആ കാലത്തിൽ പൊലിഞ്ഞുപോയ ഇബ്രാഹിംകയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകളൊക്കെ ഒരുപാട് ആൽബംസൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി കണ്ണുനീർപ്പുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ ഒരു അവാർഡ് സംഘടിപ്പിച്ച് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല ഒരു ഹാർമോണിസ്റ്റിനും അല്ലെങ്കിൽ കീബോർഡിസ്റ്റിനൊക്കെ ഇബ്രാഹിംകയുടെ പേരിൽ ഒരു അവാർഡൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിന് പ്രിയപ്പെട്ട ചേലക്കുളം അബ്ദുറഹിമാൻ അവർ മുൻകൈയെടുക്കണം. ഇബ്രാഹിംകയെ പോലുള്ള മഹാനായ കലാകാരൻ്റെ ഓർമ്മകൾ എന്ന് നിറഞ്ഞു നിൽക്കാൻ ആ ഒരു അവാർഡ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കാലത്തിൽ പൊലിഞ്ഞുപോയ ഇബ്രാഹിംകയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി കണ്ണുനീർപ്പുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൊച്ചിൻ മൻസൂർ.